ഇന്നൊരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പായസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇതേ ഈ ഒരു ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അടിച്ച ഒരു പായസം കൂടിയാണ്. റിയാദിലുള്ള അൽ മദീന സൂപ്പർ മാർക്കറ്റിൽ 2017-18 തോന്നുന്നു, ആ സമയത്താണ് ഈ ഒരു കോമ്പറ്റീഷൻ നടന്നത്. അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ്. മാങ്ങയും പേരക്കയും കൊണ്ടാണ് ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കിയത്. അപ്പം അന്ന് ആ ഷെഫ് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. താൻ എന്താണോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തൊരു ടേസ്റ്റാണ് ഇതിന്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ആ റെസിപ്പി കൂടി പുള്ളി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം മാങ്ങയും പേരക്കയും കൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത്. ആദ്യം തന്നെ നമുക്ക് പേരക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഇനി മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല മധുരമുള്ളതും ഒട്ടും പുളിയും അതുപോലെ ചൊവയും ഇല്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. നല്ല ഫ്ലേവറായിട്ടുള്ള മാങ്ങ എടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ട് നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരക്കയും മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വിളയിച്ചിട്ട് കോരി മാറ്റാം. എന്നിട്ട് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ബാക്കി പകുതി മാറ്റി വെക്കുക. അതേ പാലിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് 1 കപ്പ് ചവ്വരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച പൾപ്പും മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ചവ്വരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ച പൾപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് സർവ് ചെയ്യാം കേട്ടോ. സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പേരുടെ കൂടി മത്സരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രൈസ് കരസ്ഥമാക്കിയത്. ഇപ്പം ഓണമൊക്കെ അടുത്ത് വരികയില്ലേ, എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.